നിങ്ങളുടെ അഭിപ്രായത്തിൽ നോൺ സ്റ്റിക് പാത്രങ്ങളാണോ കാസ്റ്റ് അയൺ ആണോ ഉപയോഗിക്കാൻ നല്ലത്? പണ്ടൊക്കെ ഞാൻ എന്ത് പാത്രം വാങ്ങിക്കുകയാണെങ്കിലും നോൺ സ്റ്റിക് നോക്കിയാണ്ടോ മേടിക്കാറുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ നല്ല പണിയും കിട്ടി. ഒരു 3-4 വർഷമായപ്പോഴത്തേക്കാണ്ടോ എല്ലാം ഒഴിവാക്കേണ്ട അവസ്ഥയായി. എന്റെ ബിരിയാണി പോട്ട് അടക്കം എനിക്ക് ഒഴിവാക്കേണ്ടി വന്നു. ഇപ്പൊ ഞാൻ പുതിയത് എന്ത് വാങ്ങിക്കുകയാണെങ്കിലും ഒന്നിൽ കാസ്റ്റ് അയൺ, അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ, അല്ലെങ്കിൽ ബ്രോൺസ്, ഇത് ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. പണ്ടൊക്കെ കാസ്റ്റ് അയണിന്റെ ഒക്കെ പ്രോഡക്ട്സ് മേടിക്കാൻ പേടിയായിരുന്നു കേട്ടോ. കാരണം ഇത് ഒരുപാട് നാളെടുക്കൂലേ നമ്മൾ ഇതൊന്ന് മയക്കിയൊക്കെ എടുക്കണമെങ്കിൽ. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് പ്രീ സീസൺഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് തന്നെ നോക്കിയെടുക്കാൻ പറ്റും. നമുക്കൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് വാഷ് ചെയ്തിട്ട് നേരെ അങ്ങ് ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ ഞാനിവിടെ ഒരു ദോശക്കല്ലും കടായി, അതുപോലെ തന്നെ ഒരു ഊത്തപ്പം പാൻ, ഒരു തടുക്ക പാൻ, അതുപോലെ തന്നെ ഒരു സ്കില്ലറ്റ്, ഇതൊക്കെയാണ് മേടിച്ചിട്ടുള്ളത് കേട്ടോ. എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി, നല്ല വെയിറ്റ് ഉള്ള അടിപൊളി പ്രോഡക്ട്സ് ആണ്. അപ്പൊ ഇതൊക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതിന് മുന്നേ നമ്മൾ ജസ്റ്റ് മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഡിഷ് വാഷ് ഉപയോഗിച്ചിട്ട് പതിയെ ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ചട്ടി നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കുറച്ച് സവാള ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ല ചോക്ക വഴറ്റിയെടുത്തിട്ട് ആ സവാള നമ്മൾ കളയുക. ഇനി തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല അസലായിട്ട് ദോശ ഉണ്ടാക്കാം, എല്ലാം ചെയ്യാട്ടോ. അപ്പൊ അതേ നമ്മുടെ പുതിയ ദോശക്കല്ലില് ആദ്യത്തെ ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നല്ല അടിപൊളിയായിട്ട് നോൺ സ്റ്റിക്ക് ഇളകി വരുന്ന പോലെ തന്നെ നല്ല നീറ്റായിട്ട് ഇതിനകത്ത് ഇളകി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ നല്ല പ്രീ സീസൺഡ് ആയിട്ടുള്ള കാസ്റ്റ് അയൺ പ്രോഡക്ട്സ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു പാടും ഇല്ല കേട്ടോ. വെറുതെ നോൺ സ്റ്റിക്ക് വാങ്ങിച്ചിട്ട് നമ്മുടെ കാശ് കളയാൻ വേണ്ട. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഞാൻ മാന്നാർ ക്രാഫ്റ്റിന്റെ വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നേരിട്ട് പർച്ചേസ് ചെയ്യാം. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വേൾഡ് വൈഡ് ഡെലിവറി അവൈലബിൾ ആണ്.